സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയാണ്. സോ വൺ പീസിൻ്റെ അതിലെ 4 എംപയർ സാഗയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 4 എംപയർ സാഗയ്ക്ക് അതിലെ ഫസ്റ്റ് ആർക്കായിട്ടുള്ള സൂ ഐലൻഡ് ആർക്ക് നമ്മൾ ഓൾറെഡി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ നമ്മൾ ഇന്നിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേക്ക് ഐലൻഡ് ആർക്ക് 80ാമത്തെ എപ്പിസോഡ് മുതൽ 877ാമത്തെ എപ്പിസോഡ് വരെയാണ് ഹോൾ കേക്ക് ഐലൻഡ് ആർക്ക്. സോ ഇതിനകത്തിൽ കുറച്ച് ഫില്ലർ എപ്പിസോഡ്സ് വരുന്നുണ്ട്. സോ അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എക്സ്പ്ലെയിനും ചെയ്യത്തുള്ളൂ. ഒരു വീഡിയോയ്ക്ക് അതിൽ തന്നെ ഹോൾ കേക്ക് ഐലൻഡ് ആർക്ക് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടായിട്ട് ചെയ്യാവുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്ക്. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ലൂഫി ബാക്കിയുള്ളവരും ഹോൾ കേക്ക് ഐലൻഡിലേക്ക് പോവുകയാണ്. എന്നാൽ പറയാത്ത ഒരാൾ അവരുടെ കൂടെ വരികയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്യാരറ്റ്. അതിനെ കണ്ട പിൻട്രോ പറയുകയാണ്, നീ ഇവിടെ വരണ്ട, ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ക്യാരറ്റ് ആണെങ്കിൽ അവിടെ കിടന്ന് വാശി പിടിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ വരുമെന്ന് പറഞ്ഞു. അത് തന്നെയായിരുന്നു നമ്മുടെ പിൻട്രോ ഒരു ന്യൂസ് കാണുന്നത്. റെവല്യൂഷണറി ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ടുപിടിച്ചെന്നായിരുന്നു ന്യൂസ്. സംഭവം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒന്നും കണ്ടുപിടിച്ചല്ല, നമ്മുടെ ജീസസ് ബർഗീസ് ഉണ്ടല്ലോ, മറ്റേ ബ്ലാക്ക് ബിയർ പൈരറ്റ്സിന്റെ അതിലെ ആ മെമ്പർ. സോ അവനായിരുന്നു ആ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അവിടെ വന്നത്. സോ അവനാണ് ബ്ലാക്ക് ബിയർ പൈരറ്റ്സിനെ ഇതുപോലെ ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്ത കാരണമാണ് റെവല്യൂഷണറി ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ടുപിടിച്ചത്. സോ ഇവരിത് ഇട്ടേക്കുന്ന ഗവൺമെന്റ് കണ്ടുപിടിച്ചത്. സാഞ്ചി തന്റെ ക്രൂവിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൂഫിയും ബാക്കിയുള്ളവരും ഒക്കെ വളരെയധികം വൃത്തികെട്ട ഭക്ഷണം കഴിക്കേണ്ടി വരികയാണ്. വിശപ്പിന് ഭക്ഷണം കഴിച്ചല്ലേ പറ്റൂ, വൃത്തികേട് നോക്കാൻ പറ്റത്തില്ല. ലൂഫിയൊക്കെ വലിച്ചു വാരി തിന്നുന്നുണ്ട്, എന്തുവാണോ സമയത്ത് നമ്മുടെ സാഞ്ചി ആണെങ്കിൽ ബിഗ് മോം പൈരറ്റ്സിന്റെ കൂടെ ഹോൾ കേക്ക് ഐലൻഡിലേക്ക് വരികയാണ്. സാഞ്ചിക്കാണെങ്കിൽ വെഡിങ്ങുമായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇതേ സമയം തന്നെ നമ്മുടെ വീട്ടുവാണെങ്കിൽ പുഡിങ്ങിന്റെ ഒരു ഫോട്ടോ കാണിക്കുകയാണ്. സോ ഈ ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചി ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ അങ്ങ് ഫ്ലാറ്റ് ആവുകയാണ്. ഇപ്പൊ നമ്മുടെ സാഞ്ചിയൊക്കെ നിൽക്കുന്നത് ടോട്ടോ ലാൻഡിലാണ്. ടോട്ടോ ലാൻഡ് എന്ന് പറയുന്നത് ഹോൾ കേക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു മെയിൽ ഐലൻഡ് ആണ്. സോ ഈ മെയിൽ ഐലൻഡിന്റെ ചുറ്റും കുറച്ച് ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. സോ ആ ഐലൻഡ്സിനാണ് ടോട്ടോ ലാൻഡ് എന്ന് പറയുന്നത്. ഹോൾ കേക്ക് ഐലൻഡിലോട്ട് പോകണമെങ്കിൽ ഈ ഐലൻഡിലെ കഴിഞ്ഞാൽ മാത്രമേ ഹോൾ കേക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഗർമ 66 കുറിച്ച് നിനക്ക് അറിയാമോ? അത് വിസ്മോസ്ക് ഫാമിലിയുടെ ഒരു വലിയ ആർമി തന്നെയാണ്. അവർക്ക് ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല അവർ സൂപ്പർ ഹീറോസിനെ പോലെയാണ് ഡ്രസ്സ് ഇടുന്നത്. നമ്മുടെ സാഞ്ചി ആണെങ്കിൽ ഇത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സോ ഇതേ സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ സാഞ്ചിയുടെ മുന്നിൽ വൈഫായിട്ടുള്ള ചിഫോൺ നിൽക്കുന്നത്. അത് മാത്രമല്ല ബിഗ് മോമിന്റെ ഒരു മോളും കൂടാണ് ഇവർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബിഗ് മോമിന്റെ മകള് ചിഫോൺ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ബെഞ്ചിനെ. അങ്ങനെ ഫൈനലി നമ്മുടെ സാഞ്ചിയുടെ ടീം ഇപ്പൊ ഹോൾ കേക്ക് ഐലൻഡിലേക്ക് പോവുകയാണ്. വേറെ ആഹാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഒരു മീനെ പിടിച്ചിട്ട് ആ മീനിന്റെ തോല് കഴിക്കുകയാണ്. മീനിന്റെ തോലാണെങ്കിൽ പോയിസൺ ആയിരുന്നു. സോ അത് കഴിച്ചിട്ട് തന്നെ നമ്മുടെ ലൂഫിയുടെ ശരീരത്തിൽ ഒരുപാടധികം പോയിസൺ കയറുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ഗർമ 66ന്റെ ഒരു ഷിപ്പ് അങ്ങോട്ട് വരും. അതിനകത്തിൽ ഒരുത്തരാണെങ്കിൽ ഇങ്ങനെ സൂപ്പർ ഹീറോസിനെ പോലെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല സൂപ്പർ ഹീറോസിന്റെ എബിലിറ്റീസും അവനുണ്ട്. അത് മാത്രമല്ല ഇവനെ കാണാൻ സാഞ്ചിനെ പോലെയാണ് ഉള്ളത്. സോ ഇവനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ചോപ്പറും ബ്രൂക്കും പറയും, ദേണ്ടാ സാഞ്ചി വന്നിരിക്കുന്നത്. ഇത് കേട്ട് അവൻ പറയും, ഞാൻ സാഞ്ചി അല്ല യോഞ്ചിയാണ്. ഇവൻ പറയുന്നത് കേട്ടപ്പോഴാണ് നമ്മുടെ സ്ട്രോ ഹാറ്റിന് മനസ്സിലാക്കുന്നത് ഇതാണ് സാഞ്ചിയുടെ ബ്രദർ. ലൂഫി ആണെങ്കിൽ പോയിസൺ കയറിയിട്ട് മരിക്കാറായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോപ്പർ ചോദിക്കുകയാണ്, നിനക്ക് ഇവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി സാധിക്കുമോ? അത് കേട്ടോടനെ അവൻ പറയുകയാണ്, പറ്റത്തില്ല. നമ്മുടെ യോഞ്ചി എന്ന് പറയുന്നത് ഭയങ്കര കോൾഡ് ബോൾഡ് പേഴ്സൺ. യോജിയുടെ കൂടെ തന്നെ റീജു എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ സാഞ്ചിയുടെ ചേച്ചി. ലൂഫിയുടെ അടുത്ത് വന്നിട്ട് ലൂഫിയുടെ വാൾ ഉപയോഗിച്ചിട്ട് അവന്റെ ശരീരത്തുള്ള എല്ലാ പോയിസണും വലിച്ചെടുക്കുകയാണ്. സോ ഇവളുടെ പവർ തന്നെ ഇതാണ്. പോയിസൺ ഇവളുടെ ശരീരത്തിൽ ഉണ്ടാലും ഇവൾക്ക് എഫക്റ്റ് ആവത്തില്ല. അതാണ് ഇവളുടെ പവർ. പറയുകയാണ്, നിങ്ങൾ സാഞ്ചിയുടെ ടീമിലുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സമയം തന്നെ നമ്മുടെ പിക്കോംസ് പറയുകയാണ്, ഇതാണ് വിസ്മോസ്ക് ഫാമിലി. സോ ഇവർ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ആർമേഴ്സ് സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. നോർമൽ ഹ്യൂമൻസിനെ വെച്ച് നോക്കാൻ നേരത്തെ ഇവരുടെ പവർ ഒരുപാടധികം കൂടുതലാണ്. അതുമാത്രമല്ല ഡയറക്റ്റ് അറ്റാക്സ് മിക്കതും ഇവരുടെ ദേഹത്ത് അങ്ങനെ ഏൽക്കാറില്ലെന്നും നമ്മുടെ പിക്കോംസ് പറയുകയാണ്. സോ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ ഒരുപാടധികം പവർഫുൾ ആണെന്നുള്ള ഒരു കാര്യം. റീജി ലൂഫിനോട് പറയുകയാണ്, മാരേജ് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ബിഗ് മോം തട്ടും. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. സോ ഇവരെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി മനസ്സിൽ വിചാരിക്കുകയാണ്, ഫാമിലി ഇത്രയധികം പവർഫുൾ ആയിരുന്നു, സാഞ്ചിയുടെ ബ്രദറും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ഇത്രയധികം പവർഫുൾ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നു. ലൂഫി ബാക്കിയുള്ള ഒരു ടോട്ടോ ലാൻഡിലേക്ക് എത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ചിന്ന ചിന്ന ഐലൻഡിനെ കുറിച്ച്, ഹോൾ കേക്ക് ഐലൻഡിന് മുമ്പ് അങ്ങനത്തെ ഒരു ലാൻഡിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഈ എല്ലാ ഐലൻഡും ഫുഡ് ഐറ്റംസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോക്ലേറ്റ് ഐലൻഡ് ആണെങ്കിൽ ഈ ഐലൻഡിലെ മുഴുവനും ചോക്ലേറ്റ് ആയിരിക്കും. അഥവാ ബിസ്ക്കറ്റ് ഐലൻഡ് ആണെങ്കിൽ ഈ ഐലൻഡിലെ മുഴുവനും ബിസ്ക്കറ്റ് ആയിരിക്കും. ഈ സംഭവം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബിഗ് മോം ആണ്. ലൂഫിയും ബാക്കിയുള്ളവർ ഇപ്പോൾ വന്നിരിക്കുന്നത് ചോക്കോ ഐലൻഡിലാണ്. നോർമൽ ഹ്യൂമൻസിനെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഐലൻഡിലുള്ള ആൾക്കാരൊക്കെ ഒരുപാടധികം വ്യത്യാസമുള്ളവരാണ്. കഴുത്ത് ഭയങ്കരമായിട്ട് നീളമാണ്, ജിറാഫിനെ പോലെ. ചിലവരുടെ ഭയങ്കര ഹൈറ്റ് ആണ്, ചിലവർക്ക് ഹൈറ്റ് ഇല്ല, ചിലവർ ആനിമലിനെ പോലെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഈ ഐലൻഡിലുള്ള എല്ലാ സംഭവങ്ങളും ചോക്ലേറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോറ ട്രീസ്, അത് മാത്രമല്ല ഇതിനെല്ലാത്തിനും ജീവനുള്ളത് പോലെയാണ്. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി വിചാരിക്കുകയാണ്, ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന്. പറയുകയാണ്, ഈ ഐലൻഡിലുള്ള മിക്ക സാധനത്തിനും ജീവനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് മോമിന്റെ പവർ എന്ന് പറയുന്നത്
സോൾ ഫ്രൂട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരു വസ്തുവിൻ്റെ കയ്യിൽ നിന്ന് സോൾ എടുത്തിട്ട് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ബിഗ് മോം കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇതിനെല്ലാത്തിനും ജീവൻ വന്നതെന്ന് നമ്മുടെ പിക്കോംസ് പറയുകയാണ്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, കാരണം അത് ഇനി ഫ്യൂച്ചറിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ലൂഫിയുടെ ടീമിനെ സെക്യൂരിറ്റിയിൽ നിന്ന് നമ്മുടെ പിക്കോംസ് രക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫുഡൊക്കെ തീർന്നതുകൊണ്ട് തന്നെ ഇവിടെ റീഫിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ലൂഫിയും ചോപ്പറും കൂടെ ആയിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് അങ്ങ് തിന്ന് തീർക്കുകയാണ്. വേറെ ബിൽഡിംഗ് ഒന്നും പെർമിഷൻ ഇല്ലാതെ തിന്നാൻ വേണ്ടി പാടില്ലെന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ലൂഫിനെ ചോപ്പറിനെ പിടിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഓർഡറിനെ വിളിക്കുകയാണ് അങ്ങനെ. സോ ഓർഡർ വന്ന ഉടനെ തന്നെ നമ്മുടെ ലൂഫിനോട് ചോദിക്കും എന്തിനു വേണ്ടിയാണ് ഈ ബിൽഡിങ്സ് കഴിച്ചതെന്ന്. സോ അന്നേരം തന്നെ നമ്മുടെ ലൂഫി പറയുകയാണ് ഇത് വളരെയധികം ടേസ്റ്റി ആയിരുന്നു, അതുകൊണ്ടാണ് കഴിച്ചത്. സോ ഈ ആൻസർ കേട്ടിട്ട് തന്നെ അവൾക്ക് എന്തോ ഒരു സന്തോഷം പോലെ വരും. ഈ ബിൽഡിങ്ങിന് ഓർഡർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പുഡിംഗ് ആണ്. പുഡിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ സാഞ്ചിനെ കല്യാണം കഴിക്കാൻ വന്ന പേര്. നമ്മുടെ ലൂഫിക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും കുറച്ച് തന്നെ കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലൂഫിനെ ചോപ്പറിനെ രക്ഷിച്ചിട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറകെ നമ്മുടെ ലൂഫിയുടെ ക്രൂ അങ്ങോട്ട് വരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പുഡിങ്ങിന് മനസ്സിലാക്കുകയാണ് ഇവർ സാഞ്ചിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, ഇവർ സാഞ്ചിയുടെ ടീംമേറ്റ്സ് ആണെന്നുള്ള കാര്യം. സാഞ്ചിനെ മീറ്റ് ചെയ്തായിരുന്നു. അന്നേരം സാഞ്ചിക്ക് കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഈ കല്യാണത്തിനെ തടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല, കാരണം ഇത് ബിഗ് മോമിന്റെ ഡിസിഷൻ നമുക്ക് തടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ഈ കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാഞ്ചിനോട് എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കാലനിയിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് സാഞ്ചിനെ കൊണ്ട് അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് സാഞ്ചിനെ കൊണ്ട് പോയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ പുഡിങ് പറയുകയാണ്. അത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്കും ബാക്കിയുള്ളവർക്ക് ഒരുപാട് വിഷമം വരികയാണ്. പുഡിങ് എന്ന് പറയുന്നത് വളരെയധികം പാവം പിടിച്ച ഒരു പെൺകുട്ടിയാണെന്ന് ലൂഫിക്കും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ ലൂഫിക്ക് ക്രൂരും ആണെങ്കിൽ എങ്ങനെയാണ് ഹോൾക്കേ കാനലിലോട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് വരച്ചു കൊടുക്കുകയാണ്. കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും സാഞ്ചിനെ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ പുഡിങ് പറയുകയാണ്. മാപ്പ് മേടിച്ച് അവർക്ക് വേണ്ടി ഫുഡ് ഐറ്റംസ് കൊണ്ട് ലൂഫിയും ബാക്കിയുള്ളവരും അങ്ങനെ കപ്പലിലേക്ക് കയറി. ഈ സമയത്ത് ആ കപ്പലിലെത്തി പിക്കോംസിനെ കാണുവാനില്ല. മാത്രമല്ല പിക്കോംസ് ആ കപ്പലിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാകുന്നില്ല പിക്കോംസിന് എന്താണ് പറ്റിയാണ്. നമ്മുടെ ലൂഫിയും ടീമും തീരുമാനിക്കുകയാണ് ആദ്യം സാഞ്ചിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് പിക്കോംസിനെ കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ സാഞ്ചിനെ രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ ഹോൾക്കേ കാനലിലേക്ക് പോവുകയാണ്. പിക്കോംസിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ പിക്കോംസിനെ ഗാങ് ബെഞ്ചിയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. എന്നിട്ട് എന്റെ ടീമിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ മിഷൻ കംപ്ലീറ്റ് നമ്മുടെ ബെഞ്ച് പറയുകയാണ്. സോ ഇത് കേട്ട് നമ്മുടെ പിക്കോംസ് പറയുകയാണ് എനിക്ക് ഒരിക്കലും ബിഗ് മോമിന്റെ നേരെ തിരിയാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ ബെഞ്ച് അണിയത് തോക്കെടുത്തിട്ട് പിക്കോംസിന് വെടിവെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിക്കോംസ് ആ കടലിലേക്ക് താഴേക്ക് വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹോൾക്കേ കാനലിലാണ്. ഹോൾക്കേ കാനലിലാണെങ്കിൽ നമ്മുടെ ബിഗ് മോമിന് വിശക്കുവാണ്. ഇങ്ങനെ വിശക്കുന്ന സമയത്ത് നമ്മുടെ ബിഗ് മോമിന് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ബിഗ് മോം ഭയങ്കര അൺകോൺഷ്യസ് ആണ്. തന്നെ ബിഗ് മോം ഭയങ്കരമായിട്ട് അൺകൺട്രോൾ ആകുകയാണ്. അവളുടെ മുമ്പിൽ കാണുന്ന എല്ലാ സാധനവും അടിച്ചങ്ങനെ നശിപ്പിക്കുകയാണ്. ബിഗ് മോമിന് എന്ത് ഫുഡ് കഴിക്കണമെന്ന് തോന്നുന്നു അന്നേരം ആ ഫുഡ് കഴിച്ചാൽ മാത്രമേ ബിഗ് മോമിന് കൺട്രോൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതുപോലത്തെ ഒരു വലിയ രോഗം നമ്മുടെ ബിഗ് മോമിന്റെ കയ്യിലുണ്ട്. നമ്മുടെ ബിഗ് മോമിന് ഇപ്പോൾ വേണ്ടിയ ഡിഷ് എന്ന് പറയുന്നത് ക്രോക്കോയിഷ് എന്ന് പറയാനുള്ള ഒരു ഡിഷാണ്. അതിന് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, പക്ഷേ ആ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബിഗ് മോമിന് നേരെ ആവത്തുള്ളൂ. കോക്കോയിഷ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മോം ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഹോൾക്കേ കാനലിന്റെ മിക്കത്തിലെ ബിൽഡിംഗ് എല്ലാം അടിച്ച് നശിപ്പിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞാൽ നമ്മുടെ ബിഗ് മോമിന്റെ കുറെ മക്കൾ അങ്ങോട്ട് വരികയാണ്. മൊത്തത്തിൽ 85 മക്കളുണ്ട്. സോ 85 മക്കൾക്ക് ഡബിൾ ഫ്രൂട്ട് പവേഴ്സും അതല്ലാതെ തന്നെ ഒരുപാടധികം പവർഫുൾ ആണ്. അതുപോലെ തന്നെ ബിഗ് മോമിന്റെ ഒരു മകനായിട്ടുള്ള മോസ്കോട്ട് ഇവരാണെങ്കിൽ ബിഗ് മോമിനെ തടുക്കാൻ വേണ്ടി വരികയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ബിഗ് മോം അവനോട് ചോദിക്കുകയാണ് ലൈഫ് ഓർ ലൈഫ്. കേട്ടിട്ട് തന്നെ നമ്മുടെ മോസ്കോട്ട് ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ അങ്ങ് ടെൻഷൻ അടിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ അവന്റെ ശരീരത്തുള്ള സോൾ നമ്മുടെ ബിഗ് മോം എടുക്കുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ബിഗ് മോമിന്റെ മകനായിട്ടുള്ള മോസ്കോട്ട് അവിടെ വെച്ച് തന്നെ അങ്ങ് മരിക്കുകയാണ്. ബിഗ് മോം ഇപ്പോൾ അൺകൺട്രോൾഡ് ആണ്. കാരണം ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ബിഗ് മോം എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ ബിഗ് മോം തന്നെ മകനെയാണ് കൊന്നിരിക്കുന്നത്. ആ സമയത്തായിരുന്നു ഒരു രക്ഷനെ പോലെ തന്നെ നമ്മുടെ ജിംബെ അങ്ങോട്ട് വന്നിട്ട് മറ്റേ ക്രോക്കോയിഷ് എന്ന് പറഞ്ഞ ഫുഡ് നമ്മുടെ ബിഗ് മോമിന്റെ വായിക്ക് അതോട്ട് എറിഞ്ഞു കൊടുക്കും. സോ അന്നേരം നമ്മുടെ ബിഗ് മോം ആണെങ്കിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ ജിംബയും ബിഗ് മോം പൈരറ്റ്സിന്റെ അതിൽ ഒരു മെമ്പറാണ്. സോ ഇത് എപ്പോൾ നടന്നെന്ന് വൈദ്യർ മരിച്ച സമയത്ത് നമ്മുടെ ഫിഷ്മാൻ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആരുമില്ലായിരുന്നു. സോ അന്നേരം ആണെങ്കിൽ നമ്മുടെ ജിംബെ വന്നിട്ട് ബിഗ് മോമിനെ കാണുന്നു. അത് മാത്രമല്ല ബിഗ് മോമിന് ഫിഷ്മാൻ ഐലൻഡിലെ പോണോ ക്ലിപ്സ് ഗിഫ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജിംബെ ഇപ്പോൾ ബിഗ് മോം പൈരറ്റ്സിന്റെ അതിൽ ഒരു മെമ്പർ. ജിംബെ പറയുകയാണ് ഞാനിപ്പോൾ ഈ ക്രൂ ലെഫ്റ്റ് ആകാൻ വേണ്ടി പോവുകയാണ്. സോ അന്നേരം തന്നെ നമ്മുടെ ബിഗ് മോം പറയുകയാണ് നീ ലെഫ്റ്റ് ആയി പോയ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു വീലുണ്ട്. സോ അതിൻ്റെ അകത്ത് കയ്യ കാല തല എന്ന് പറഞ്ഞ് കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ നമ്മുടെ ജിംബയുടെ കൈ വെട്ടും, അതുപോലെ തന്നെ തല കിട്ടുവാണെങ്കിൽ നമ്മുടെ ജിംബയുടെ തല വെട്ടും. നീ ക്രൂ ലെഫ്റ്റ് ആയിക്കോ, പക്ഷെ അതിന് മുമ്പ് നീ ഇത് സ്പിൻ ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സാധനം നീ ചെയ്തിട്ട് ലെഫ്റ്റ് ആയിക്കോളാം നമ്മുടെ ബിഗ് മോം പറയുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ഇതിൽ കുറേ നമ്പർ കൊടുത്തേക്കുന്നത് കണ്ടല്ലോ. സോ ഇപ്പോൾ നമ്മുടെ ജിംബയ്ക്ക് 100 കൈയും കിട്ടുവാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജിംബയുടെ ക്രൂവിൻ്റെ അതിലുള്ള ആൾക്കാരുടെ 100 കൈയും വെട്ടിക്കളയാം. അങ്ങനെ കുറച്ച് റൂൾസ് നമ്മുടെ ബിഗ് മോം ജിംബയുടെ അടുത്ത് വെക്കുകയാണ്. സോ നമ്മുടെ ജിംബെ ക്രൂ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞത് ചെയ്തിട്ട് ക്രൂവിന് ലെഫ്റ്റ് ആയിക്കോളാം നമ്മുടെ ബിഗ് മോം പറയുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമാണ് കണ്ടീഷൻ. ഡിസൈഡ് ചെയ്തത് നമ്മുടെ ബിഗ് മോം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജിംബെ പറയുകയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യാമെന്ന് നമ്മുടെ ജിംബെ പറയുകയാണ്. സോ നമ്മുടെ ജിംബെ എന്തിനാണ് ഇപ്പോൾ ക്രൂ ലെഫ്റ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ലൂഫി ഫിഷ്മാൻ ഐലൻഡിൽ പോയ സമയത്ത് നമ്മുടെ ജിംബെനോട് തൻ്റെ ക്രൂയിൽ ചേരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ജിംബെ പറഞ്ഞത് ഞാൻ കുറച്ച് ആലോചിച്ച് ഡിസൈഡ് ചെയ്തിട്ട് നിന്നോട് ആൻസർ
മാസ്റ്റർ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മോം പൈരറ്റ്സിൽ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് ആയിട്ട് ലൂഫിയുടെ പൈരറ്റ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജിംബെ തീരുമാനിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ബിഗ് മോം പൈരറ്റ്സിൽ നിന്ന് ലെഫ്റ്റ് ആകുന്നത്. കാണിക്കുന്നത് ഹോൾ കേക്ക് ഐലൻഡ് ആണ്. സോ ഈ സ്പേഡ് പോലെ തന്നെ കേക്ക് പോലെ തന്നെയാണ് ഐലൻഡ് ഉള്ളത്. അത് മാത്രമല്ല ഈ ഐലൻഡിൽ ഒരുപാടധികം ഫുഡ് ഐറ്റംസും ഉണ്ട്. ലൂഫിയും ടീമും ഇപ്പോൾ 2 ആയിട്ട് പിരിയുകയാണ്. ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് മോമിന്റെയിലുള്ള പോണോ ക്ലിപ്സ് കോപ്പി. ബിഗ് മോമിന്റെ ഒരു റെഡ് പോണോ ക്ലിപ്സ് ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ റോഡ് പോണോ ക്ലിപ്സ്, മറ്റേ റാഫ്റ്റ് ഐലൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂക്കും അതുപോലെ തന്നെ നമ്മുടെ പെഡ്രോയും കൂടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ലൂഫി, നാമി, ചോപ്പർ, ക്യാരറ്റ്, സോ ഇത്രയും പേര് നമ്മുടെ സാഞ്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹോൾ കേക്ക് ഐലൻഡിലേക്ക് വരികയാണ്. നമ്മുടെ പുഡിങ് പറഞ്ഞ ഫോറസ്റ്റിലേക്ക് അവർ കയറുകയാണ്. കയറുന്ന സമയത്ത് അവർ സാഞ്ചിനെ കാണുന്നുണ്ട്. പക്ഷേ സാഞ്ചി ആണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുകയാണ്. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റിനകത്തുള്ള മരങ്ങൾക്കും അതുപോലെ തന്നെ മുട്ടായിക്കും എല്ലാത്തിനും ഭയങ്കര ജീവനൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഒരുപാടധികം വിയേർഡ് ക്രീച്ചേഴ്സ് ഉണ്ട്. സ്വന്തമായിട്ടുള്ള കോപ്പീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലൂഫിയുടെ ഒരു കോപ്പിയും അങ്ങനത്തെ കോപ്പികളൊക്കെ ഈ ഫോറസ്റ്റിൽ ഉണ്ടാകുന്നു. അങ്ങനെ തന്നെ മുയൽ പോലത്തെ ഒരു സാധനം വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ്. മാത്രമല്ല ഇവർ സാഞ്ചിനെ കണ്ടില്ലായിരുന്നു. അത് ശരിക്കുള്ള സാഞ്ചിയല്ല, അത് ഫേക്ക് സാഞ്ചിയാണ്. കാരണം എന്ന് വെച്ചാൽ ശരിക്കുള്ള സാഞ്ചി ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ തേടി വന്നേനെ. പക്ഷെ ഇവരെ കാണാൻ നേരത്ത് നമ്മുടെ ഈ സാഞ്ചി ഓടിപ്പോവുകയാണ്. അങ്ങനെ തന്നെയായിരുന്നു ഒരു റാബിറ്റ് പോലത്തെ ഒരു സാധനം വന്നിട്ട് നമ്മുടെ ലൂഫിനെ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്നു ശരീരം അടിയിലുള്ള മണ്ണിന്റെ മണ്ടയ്ക്ക് തലയുള്ള ഒരുത്തനെ അവർ കാണുന്നു. എന്റെ പേര് പോണ്ടെന്നാണ്. ഇവൻ പറയുന്നത് ഇവൻ ബിഗ് മോമിന്റെ ഒരു ഹസ്ബൻഡ് ആണെന്നാണ്. അതേസമയം തന്നെ നമ്മുടെ ബിഗ് മോമിന്റെ മകളായിട്ടുള്ള ബ്രൂളെ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങോട്ട് വരികയാണ്. അതിലുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് മിറർ ഫ്രൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് മിറർ ക്രിയേറ്റ് ചെയ്തിട്ട് വേറൊരു മിററിലോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. മാത്രമല്ല ഇവൾക്ക് വേറെ ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനിൽ ഒരു മിറർ ഡയമെൻഷൻ ആണ്. അത് മാത്രമല്ല വേറൊരാളുടെ റിഫ്ലക്ഷൻ വെച്ചിട്ട് ഇവൾക്ക് വേറൊരാളുടെ കോപ്പി ഉണ്ടാക്കാൻ സാധിക്കും. സോ അങ്ങനെയാണ് ഇവൾ സാഞ്ചിയുടെ ഒക്കെ കോപ്പി ഉണ്ടാക്കിയത്. അങ്ങനെ സാഞ്ചിനെ കാണിച്ചിട്ട് നമ്മുടെ സ്ട്രോ ഹാറ്റിനെ മുഴുവനായിട്ട് തന്നെ നമ്മുടെ ഈ ബ്രൂലെ പറ്റിക്കുന്നത് നിങ്ങൾ നേരത്തെ വരുമെന്ന് തന്നെ അറിയാമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നതെന്ന് നമ്മുടെ ബ്രൂലെ പറയുകയാണ്. കാണിക്കുന്നത് നമ്മുടെ ഗർമ കിണ്ടമാണ്. ഈ ഗർമ കിണ്ടം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ നടുക്കാണുള്ളത്. സോ ഒരുപാടധികം ഗർമയുടെ കപ്പലെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഗർമ കിണ്ടം ഉണ്ടായിട്ടുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറച്ച് കൊച്ചു കപ്പലെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ കപ്പലായിട്ടുണ്ട്. സോ അതാണ് ഈ ഗർമ കിണ്ടം. സോ ഈ ഗർമ കിണ്ടത്തിനകത്തിൽ ഒരുപാടധികം സോൾജേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇവരൊക്കെ ഒരുപാടധികം പവർഫുൾ ആണ്. സോൾജേഴ്സ് ഒക്കെ വിസ്മോക്ക് ഫാമിലി എന്ത് പറയുന്നു അതുപോലെ മാത്രമേ കേൾക്കത്തുള്ളൂ. അവരുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വിസ്മോക്ക് ഫാമിലിയെ ഈ ഗർമ കിണ്ടം എന്ന് പറയുന്നത് നോർത്ത് ബ്ലൂവിൽ തന്നെ ഭയങ്കര അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കിണ്ടം. പിന്നെ റൂളറിന്റെ പേര് വിസ്മോക്ക് ജഡ്ജ് എന്നാണ്. സോ ഈ ജഡ്ജാണ് നമ്മുടെ സാഞ്ചിയുടെ. കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജി പറയുകയാണ് നീ ഇപ്പോഴും ജീവനോടുള്ളത് എനിക്ക് ഭയങ്കര അധികം അത്ഭുതമാണ്. മാത്രമല്ല നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. നീ ബറാട്ടി റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തതും അത് മാത്രമല്ല നീ സ്ട്രോ ഹാറ്റിൽ ജോയിൻ ചെയ്തതും എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ച ഉറപ്പായിട്ട് ഞാൻ ഇവരെ എല്ലാവരെയും കൊല്ലുമെന്ന് നമ്മുടെ സാഞ്ചിയുടെ അച്ഛൻ ജഡ്ജി പറയുകയാണ്. നമ്മുടെ സാഞ്ചിനെ ഭീഷണിപ്പെടുത്തുകയാണ്. സാഞ്ചിയുടെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജഡ്ജ് സാഞ്ചി കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ സാഞ്ചി കാല് മാത്രം ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജി ചോദിക്കുന്നു നീ എന്താ കൈ ഉപയോഗിക്കാത്തതെന്ന്. നമ്മുടെ സാഞ്ചി പറയുകയാണ് കൈ എനിക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ളതാണ്, അത് ഞാൻ വെറുതെ ഫൈറ്റ് ചെയ്ത് കളയത്തില്ല. ഇത് കാരണം നമ്മുടെ ജഡ്ജിക്ക് ഒരുപാടത്തേക്ക് ദേഷ്യം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിനെ ഇങ്ങനെ കുത്താൻ പോകുന്നവർ കാണിച്ചിട്ട് വിസ്മോക്കിന്റെ കുറെ സോൾജേഴ്സിനെ ഷീൽഡ് പോലെ നിർത്തിയിട്ട് സാഞ്ചിനെ കുത്താൻ പോകുന്നവർ കാണിക്കുകയാണ് നമ്മുടെ ജഡ്ജി. എന്നിട്ട് അവരുടെ ദേഹത്തേക്ക് കുത്തി ഇറക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ സാഞ്ചിയുടെ കയ്യിൽ ലോക്ക് ഇടുകയാണ്. സോ ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഞ്ചി ഇവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ സാഞ്ചിയുടെ കയ്യിലിരുന്നിട്ട് ആ ലോക്ക് അങ്ങ് പൊട്ടിത്തെറിക്കും. അത് മാത്രമല്ല നീ ഓടിപ്പോകാൻ വേണ്ടി ശ്രമിച്ചാൽ മറ്റേ ബറാട്ടി റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ ആൾക്കാരെയും അത് മാത്രമല്ല എൻ്റെ അതിലെ മെയിൻ ആളിനെ എല്ലാത്തിനെ കൊല്ലും. നമ്മുടെ സാഞ്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാഞ്ചിയുടെ 2 ബ്രദേഴ്സ് അങ്ങോട്ട് വരികയാണ്. സോ ഒന്ന് നിജി ഒന്ന് ഇച്ചിജി. സോ ഇതാണ് ബ്രദേഴ്സ്. നമ്മുടെ സാഞ്ചിയുടെ ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവലാണ്. അവർക്ക് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർ 3 പേരും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തൊക്കെയുണ്ടോ ആ സാഞ്ചി എന്ന് പറഞ്ഞിട്ട് അവർ നേരെ പോയിട്ട് നമ്മുടെ സാഞ്ചിനെ എടുത്തിട്ട് പെരുമാറുകയാണ്. അവർ 3 പേരും കൂടെ ചേർന്ന്. കൊച്ചുനാളിൽ ഇതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ സാഞ്ചിനെ ഇവർ 3 പേരും കൂടെ ചേർന്ന് അടിക്കുമായിരുന്നു. നമ്മുടെ സാഞ്ചി ആണെങ്കിൽ ഇവരെ തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ ഒരുപാടധികം പവർഫുൾ ആയിരുന്നു. നമ്മുടെ സാഞ്ചിക്ക് അവരെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിനെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുമായിരുന്നു. സാഞ്ചി ഇപ്പോഴും അവരെ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ സാഞ്ചി ഇപ്പോഴും ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സാഞ്ചിയുടെ ബ്രദേഴ്സ് ആണെങ്കിൽ അവിടെ ഉള്ള ഒരു കുക്കിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇത് കണ്ട സാഞ്ചി അവരെ തടുക്കുകയാണ്. ആ കുക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ സാഞ്ചി. സോ ഇത് കണ്ട നമ്മുടെ നിജി നീ എന്തിനാണ് ഒരു വൃത്തികെട്ട കുക്കിനെയൊക്കെ വേണ്ടി വഴക്കുണ്ടായിട്ട് അവരെ അടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സാഞ്ചിനെ ആണെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ലാബിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഗർമ 6ന്റെ സോൾജേഴ്സിനൊക്കെ ഒരു ക്യാപ്സൂളിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്പരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ഈ സോൾജേഴ്സ് മുഴുവൻ ക്ലോൺ ആണ്. സോ ഇവർ ശരിക്കുള്ളതല്ല. ഫാമിലി എക്സ്പെരിമെന്റ് ചെയ്ത് ഇവരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഹ്യൂമൻസ് ആണ്. ഇവരുടെ DNA മാറ്റി വെച്ചിരിക്കുകയാണ്. വിസ്മോക്ക് ഫാമിലി എന്ത് പറയുന്നു അത് മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ സോൾജേഴ്സ് കേൾക്കുന്നത്. ജീവൻ കൊടുത്തിട്ടും എന്തൊക്കെ സംഭവിച്ചാലും ഇതാണ് ഗർമ 66 എന്ന് നമ്മുടെ സാഞ്ചിയുടെ ബ്രദേഴ്സ് പറയുകയാണ്. സോ ഇത് കേട്ടിട്ട് നമ്മുടെ സാഞ്ചിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നമ്മുടെ സാഞ്ചിനെ ചുമ്മാ എടുത്തിട്ട് അവരെടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. സോ നമ്മുടെ സാഞ്ചി ചിന്തിക്കുകയാണ് പണ്ടും ഇതുപോലെ തന്നെ ഇപ്പോഴും. അങ്ങനെ നമ്മുടെ സാഞ്ചിയുടെ പാസ്റ്റ് ആണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ
ഡെർമ 66 റൂളർ എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജിയാണ്. നമ്മുടെ ജഡ്ജിക്ക് ഒരു വൈഫ് ഉണ്ട്, ആളുടെ പേരാണ് ജഡ്ജിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് മുഴുവനും കൈയെടുത്തിട്ട് ഒരു രാജാവിനെ പോലെ ഇരിക്കണമെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാടധികം DNA എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് ഓരോ ആൾക്കാരെ ഇങ്ങനെ ജനിപ്പിക്കുകയാണ്. നമ്മുടെ വിസ്മോക്കിന് സോറയ്ക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ മകൾ എന്ന് പറയുന്നത് റീഞ്ചു ആണ്, നമ്മുടെ സാഞ്ചിയുടെ സിസ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാം, അവർ നമ്മുടെ ജഡ്ജി ആണെങ്കിൽ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് നമ്മുടെ റിയൻജുവിനെ ആണെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൻ ആക്കി മാറ്റുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സോറയാണെങ്കിൽ വീണ്ടും ഗർഭിണിയാവുകയാണ്. വിസ്മോക്ക് ആണെങ്കിൽ ജനറ്റിക്കലി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ബേബീസിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സോറയുടെ മേലെ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അഥവാ ഈ ഓപ്പറേഷൻ സക്സസ് ആയാൽ ഭയമോ പേടിയോ ഒന്നും ഇല്ലാത്ത മക്കളായിരിക്കും എന്നാണ് നമ്മുടെ ജഡ്ജി സോറയോട് പറയുന്നത്. നമ്മുടെ സോറ ഇത് സമ്മതിക്കത്തില്ല. നമ്മുടെ സോറ പറയും എനിക്ക് പുറക്കാൻ പോകുന്ന മക്കള് ഒരു ഹ്യൂമൻ ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഞാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ജഡ്ജി ആണെങ്കിൽ സോറനെ വെറുതെ വിടുന്നില്ല. നിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഓപ്പറേഷൻ നടത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോറനെ ഫോഴ്സ്ഫുള്ളി ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ സോറയാണെങ്കിൽ ഒരു പോയിസൺ കുടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോറയുടെ ഹാർട്ട് തന്നെ മുഴുവനായിട്ടും അങ്ങ് ഡാമേജ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ സോറയാണെങ്കിൽ 4 വർഷം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ സോറയ്ക്ക് 4 മക്കൾ ഉണ്ടാവുകയാണ്. ചിജി, നിജി, സാഞ്ചി, യൂഞ്ചി, ഇവർ 4 പേരും ഉണ്ടാവുകയാണ്. വിസ്മോക്കിന് ഒരു ചെറിയ പേടിയുണ്ട്. കാരണം നമ്മുടെ സോറ പോയിസൺ കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ മേലെ എക്സ്പെരിമെന്റ് നടത്തിയാൽ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്രൂരനായിട്ടുള്ള വിസ്മോക്ക് ആണെങ്കിൽ അവരുടെ മേലെ ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അവരുടെ പവറും അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയാണ്. സോ അങ്ങനെ 3 മക്കൾക്ക് പവർ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു മകന് മാത്രം പവർ ഇല്ല എന്ന് അവിടെ വിസ്മോക്ക് കണ്ടുപിടിക്കുകയാണ്. ചിജി, നിജി ആൻഡ് യൂഞ്ചി ഇവർക്ക് 3 പേർക്കും പവർ ഉണ്ട്, അല്ലാതെ സാഞ്ചിക്ക് പവർ ഇല്ലെന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. സാഞ്ചിക്ക് എന്താ അഫക്ട് ചെയ്യാൻ ചോദിച്ചാൽ നമ്മുടെ സോറ പോയിസൺ കുടിച്ചില്ലായിരുന്നു. സോ അത് നമ്മുടെ സാഞ്ചിയുടെ മേലെയായിരുന്നു അഫക്റ്റ് ആയത്. സോ അതുകൊണ്ട് തന്നെ ആ എക്സ്പെരിമെന്റ് സാഞ്ചിയുടെ മേലെ നടന്നത്. നമ്മുടെ സാഞ്ചി നോർമൽ ഹ്യൂമൻ ആണ്, എന്നാൽ ബാക്കിയുള്ള 3 പേരും ആണെങ്കിൽ അവർ സൂപ്പർ ഹ്യൂമൻ ആയിട്ടാണ് പെടർന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊച്ചിന് തന്നെ ഒരുപാടധികം സാഞ്ചി ആണെങ്കിൽ നോർമലായിട്ട് എങ്ങനെയാണ് ഒരാൾ ജനിച്ചിട്ട് ചെയ്യുന്നത് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ വിസ്മോക്കിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്ന സാഞ്ചിനെ ഒരു എക്സ്പെരിമെന്റ് ഫെയിലർ ആയിട്ടാണ് നമ്മുടെ ജഡ്ജി കാണുന്നത്. അവരുടെ 3 പേരുടെ മേലെ ഏറ്റു, എന്നാൽ നമ്മുടെ സാഞ്ചിയുടെ മേലെ മാത്രമേ ഏറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിനെ ഒട്ടും വിസ്മോക്കിന് ഇഷ്ടമല്ല. നമ്മുടെ സാഞ്ചി ആണെങ്കിൽ ഒരു ദിവസം വീട്ടിലുള്ള എലികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ സാഞ്ചി ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. നമ്മുടെ സോറയ്ക്കാണെങ്കിൽ സാഞ്ചിനെ കാണാൻ നേരത്താണ് സന്തോഷം വരുന്നത്. കാരണം ബാക്കിയുള്ള മക്കളെ പോലെ കോൾഡ് ബെൽഡർ അല്ല നമ്മുടെ സാഞ്ചി. സാഞ്ചിക്ക് ഇമോഷന്, സാഞ്ചി ഒരു നോർമൽ ഹ്യൂമനെ പോലാണ്. സോ ഇത് കാണുമ്പോഴാണ് നമ്മുടെ സോറയ്ക്ക് സന്തോഷം വരുന്നത്. നമ്മുടെ സാഞ്ചി ആണെങ്കിൽ സോറനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വരികയാണ്. അവൾ വരുന്ന വഴിക്ക് അവൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുഡ് ചീത്തയായി. അത്ര അഴുക്കായിട്ട് ഭക്ഷണമായിട്ട് പോലും നമ്മുടെ സോറയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് നമ്മുടെ സാഞ്ചിനോട് പറയുന്നു. സോ ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. നമ്മുടെ സാഞ്ചി ആകെ കൂടെ നല്ല വാക്കുകൾ കേൾക്കുന്നത് തൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിക്ക് ഒരുപാടധികം സന്തോഷമാകും. റീജു ഇടയ്ക്കിടയ്ക്ക് സോറനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ റീജു കംപ്ലീറ്റ് ആയിട്ട് ഇമോഷൻലെസ് ആയി കുറച്ച് ഇമോഷൻസ് അവർക്കും ഉണ്ട്. സോ ഈ കാര്യം നമ്മുടെ വിസ്മോക്കിനൊന്നും അറിയത്തില്ല. നമ്മുടെ വിസ്മോക്ക് വിചാരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള 3 പേരെ പോലാണ് ഇവൾക്കും ഇമോഷൻ ഒന്നുമില്ല, ഇവളും കോൾഡ് ബ്ലഡഡ് ആണ്. പക്ഷെ ശരിക്കും അങ്ങനല്ല. അഥവാ ഇവളും സാഞ്ചിനെ പോലെ എന്ന് അറിഞ്ഞാൽ ഇവളെയും വെറുതെ വിടത്തില്ല വിസ്മോക്ക്. സോ അത് ഇവൾക്കറിയാം. സോ അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ സാഞ്ചിയുടെ അമ്മ ആ അസുഖം കാരണം മരിക്കുകയാണ്. നമ്മുടെ സാഞ്ചിയുടെ അമ്മ ഒരു പോയിസൺ കഴിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. സോ ആ പോയിസൺ ഹാർട്ടിന് ഒരുപാടധികം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഡാമേജ് ആയിട്ടുള്ള ഹാർട്ട് മുഴുവനായിട്ട് ഡാമേജ് ആയിട്ടാണ് മരിക്കുന്നത്. ആണെങ്കിൽ ബാക്കിയുള്ള 4 പേരെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുകയും അവരുടെ കളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാഞ്ചി എടുത്ത് മാത്രം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം സാഞ്ചിക്ക് പവർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജഡ്ജി അവോയ്ഡ് ചെയ്യുന്നു. സാഞ്ചി തന്നെ മകനാണെന്ന് പറയാൻ വേണ്ടി ജഡ്ജിക്ക് നാണമായതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിനെ ഒരു സ്ഥലത്ത് അടച്ചു വെക്കുകയാണ് നമ്മുടെ ജഡ്ജി. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ സാഞ്ചിക്ക് ഒരുപാടധികം വിഷമം വരികയാണ്. കാരണം തൻ്റെ അച്ഛനാണ് തന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ സാഞ്ചി അവിടെ കിടന്ന് കരയുകയാണ്. തനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജയിലിനകത്താണ് നമ്മുടെ സാഞ്ചി കിടക്കുന്നത്. ബ്ലൂ മുഴുവനായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ റെഡ് ലൈൻ വഴി അതുവഴി പോവുകയാണ്. കപ്പൽ എന്ന് പറയുന്നത് ഭയങ്കര അധികം അഡ്വാൻസ്ഡ് കപ്പലാണ്. സോ അതുകൊണ്ട് തന്നെ റെഡ് ലൈനിന്റെ മണ്ടേ കൂടെ ഒക്കെ കയറിയാണ് പോകുന്നത് കപ്പൽ. നോർത്ത് ബ്ലൂവിൽ ഈസ്റ്റ് ബ്ലൂവിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ റീജു ആണെങ്കിൽ സാഞ്ചിനെ ഒന്ന് മീറ്റ് ചെയ്യുകയാണ്. ആയിട്ടുള്ള സമയം നിന്നെ ഞാൻ ഈസ്റ്റ് ബ്ലൂവിൽ വെച്ച് വെളിയിൽ ഇറക്കി വിടാം. നീ നിന്റെ ഇഷ്ടമുള്ള രീതി, നീ നിന്റെ സന്തോഷത്തിൽ നീ ജീവിക്കും, ഇങ്ങോട്ട് ഒരിക്കലും തിരിച്ചു വരരുതെന്ന് നമ്മുടെ റീജു പറയും. ഇതേ സമയം തന്നെ നമ്മുടെ സാഞ്ചി തന്റെ മുഖത്തൊരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ. സോ ഈ സാധനത്തിന്റെ ലോക്ക് എവിടെയാണെന്ന് ചോദിക്കും. അത് തന്റെ അച്ഛന്റെ മുറിയിലാണെന്ന് നമ്മുടെ റീജു പറയും. സോ അങ്ങനെ തന്റെ അച്ഛന്റെ മുറിയിലേക്ക് പോവുകയാണ് നമ്മുടെ സാഞ്ചി. കണ്ടുപിടിച്ച് ലോക്കൊക്കെ എടുക്കും. പക്ഷേ എന്നാൽ നമ്മുടെ ജഡ്ജി അത് കാണും. സോ ഇത് ജഡ്ജി കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ജഡ്ജി പറയും നല്ല കാര്യം, നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നത്. പക്ഷെ നീ വെളിയിൽ പോയിട്ട് ആരോടും നീ എൻ്റെ മകനാണെന്ന് മാത്രം പറയരുത്. അതെനിക്ക് വലിയൊരു നാണംകേട് തന്നെയാണ്. നിന്നെപ്പോലെ ഒരു വീക്കായിട്ടുള്ള ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായെന്ന് പറയുന്നത് അത് എനിക്കൊരു വലിയൊരു നാണംകേട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തെന്ന് ആരോടും പറയരുത്. അത് മാത്രമല്ല നീ ഒരിക്കലും എൻ്റെ അടുത്തും എൻ്റെ മുമ്പിലേക്ക് വന്നേക്കും. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സാഞ്ചിക്ക് ഒരുപാടധികം വിഷമം വരികയാണ്. കാരണം തൻ്റെ അച്ഛനാണ് തന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാഞ്ചി കരഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മുടെ റീച്ച് പറയുകയാണ് നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പാടില്ല. നിനക്ക് വേണ്ടി അവിടെ ആരുമില്ല. നീ അമ്മയെ പോലെ വളരെയധികം കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് സന്തോഷം എന്ന് പറയുന്നത്.
പറഞ്ഞിട്ട് നമ്മുടെ റീജു ആണെങ്കിൽ സാഞ്ചിനെ അവിടെ നിന്ന് വിടുകയാണ്. അങ്ങനെ നമ്മുടെ സാഞ്ചി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ സാഞ്ചിയുടെ ബാക്ക് സ്റ്റോറി. സോ പ്രസന്റിലാണെങ്കിൽ നമ്മുടെ സാഞ്ചി ആണെങ്കിൽ കല്യാണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഈ പാർട്ട് അവസാനിപ്പിക്കുന്നു. സോ ഈ കുറച്ചേറെ വലുതാണ് ഈ ഹോൾ കേക്ക് ഐലൻഡ് ആർക്ക്. സോ എനിക്ക് തോന്നുന്നു 100 മേലെ എപ്പിസോഡ്സ് കണ്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ്. ഇത് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ള കാര്യം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കുറേ ഫില്ലർ എപ്പിസോഡ്സ് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.